മാജിക് ഫ്രെയിം സിനിമാസ് പ്രവർത്തനം തുടങ്ങി. ദിലീപ് ഉൾപ്പെടെയുള്ള വലിയ താരനിരയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. സിനിമാ പിന്നണി പ്രവർത്തകർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിലെത്തിയിരുന്നു. അറ്റ്മോസ് നിങ്ങൾ കാണാത്ത വിപ്ലവങ്ങൾ ലിസ്റ്റിംഗ് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. എന്താണേലും മാജിക് ഫ്രെയിംസിന് എല്ലാവിധ ആശംസകളും നേരുന്നു. പുതിയ പുതിയ ടെക്നോളജി നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാല് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി തെലുങ്കിൽ തുടങ്ങി സിനിമ ഇരിക്കുന്ന ആൾക്കാരാണ്. അതിന് ശേഷം 4K വന്നു, അറ്റ്മോസ് വന്നു. അതെല്ലാം ഓരോരോ ഗ്രാമങ്ങളിലേക്ക് അല്ലെങ്കിൽ ഓരോ പഞ്ചായത്ത്, ഓരോ മുനിസിപ്പാലിറ്റിയിലേക്ക് ഇന്ന് തിയേറ്റർ മുതലാളിമാര് പ്രേക്ഷകരുടെ അഭിരുചിക്ക് അനുസരിച്ച് ഓരോ എന്താ പറയാ കണ്ണിനും കാതിനും ഒക്കെ വീണ്ടും പൂർണ്ണമൊക്കെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് അത്രയധികം കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പ്രസ്ഥാനങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കൊണ്ടുവരുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങളോടൊപ്പം ഉണ്ടാവും. അതുപോലെ തന്നെ ലിസ്റ്റിനും മാജിക് ഫ്രെയിംസിനും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും എന്റെ ആശംസകൾ അറിയിക്കുന്നു. പിന്നെ ഒരു കാര്യം, 26-ാം തീയതി പ്രവീൺ കെയർടേക്കർ വേണ്ടിയാണ് ഗരുഡ മോളിനും എന്റെ പ്രത്യേക ആശംസ പറയും. ഞാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത് 73-ലാണ് പട്ടാമ്പി സ്കൂളിൽ ഞാൻ പഠിച്ചിരുന്നത്. 72-ൽ ആ സമയത്തൊക്കെ ഇതിൽ നടക്കുമ്പോൾ ഇത് വലിയൊരു ഈ സ്ഥലം എന്ന് പറയുന്നത് ഏറ്റവും വലിയ മരമില്ലായിരുന്നു. ഇതിനപ്പുറത്ത് പട്ടാമ്പി കോളേജ് അല്ലാതെ വേറെ ഒന്നുമില്ല. അന്നൊക്കെ ഞാൻ പടം കണ്ടിരുന്നത് മിനർവ തിയേറ്ററിലായിരുന്നു, പാലത്തിൻ്റെ അപ്പുറത്ത്. അതും പൈസ ഇല്ലാത്ത കാലം തറ ടിക്കറ്റ് കിട്ടുമായിരുന്നു. മണലിലിരുന്ന് കാണുന്ന 10 പൈസ. ആ തറയിലിരുന്ന് പടം കണ്ടിട്ടുള്ള വ്യക്തി ഇന്ന് ഞാനിവിടെ ഒരു മൾട്ടിപ്ലക്സ് അതിൽ ആദ്യത്തെ തിരി കൊടുക്കാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നപ്പം ഐ വാസ് എ ലിറ്റിൽ ഇമോഷണൽ. പട്ടാമ്പിയുടെ സ്റ്റാൻഡേർഡ് ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഗരുഡ മോളില്ലേ, ഗരുഡ മോളിലാണ് ചേട്ടാ ഈ തിയേറ്റേഴ്സിൻ്റെ ഉദ്ഘാടനം. തീർച്ചയായിട്ടും ഒരു വൻ വിജയമാവട്ടെ. അത് പട്ടാമ്പിക്ക് തന്നെ ഒരു അഭിമാനമാണെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ആൻഡ് ഞാനിവിടെ വരാനുള്ള മെയിൻ റീസൺ ലിസ്റ്റിനാണ്. ലിസ്റ്റിനൊരു വളരെ ഡിയർ ഫ്രണ്ടാണ്. മലയാളം സിനിമയിൽ അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡ്യൂസർമാരിൽ ഒരാളാണ് ലിസ്റ്റിൽ. പ്രൊഡ്യൂസറായി വിജയം അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയിൽ ഒരു വൻ വിജയം കൈവച്ച് വരുന്നു ലിസ്റ്റിൻ. അതിനുശേഷം ഇപ്പോൾ തിയേറ്റേഴ്സിൻ്റെ എണ്ണങ്ങൾ. സോ ഒരു നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ലിസ്റ്റിൻ ഒരു പക്ഷേ നമ്മുടെ മലയാളം സിനിമയ്ക്ക് മാത്രമല്ല ഇൻഡസ്ട്രിയിൽ തീർച്ചയായിട്ടും
ഇന്ത്യ അറിയപ്പെടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്. സോ കേരളത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും പ്രശസ്തനായ ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ നേതൃത്വത്തിലുള്ള മാജിക് ഫ്രെയിംസ് ഏകദേശം 30-ലധികം സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ളത്. അതിൽ 3 പട്ടാമ്പി ഗരുഡ മാളിലാണ് തുടങ്ങിയിട്ടുള്ളത് എന്ന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഞാൻ നമ്മുടെ ഒരു ബ്രദറിനോടൊപ്പം അല്ലെങ്കിൽ അതിൽ കൂടുതൽ സ്നേഹബന്ധം വിജയമാറാട്ടനായിക്കോട്ടെ അല്ലെങ്കിൽ നരേനായിക്കോട്ടെ. കാരണം ഇന്ന് വരെ ഞങ്ങൾ പടം ചെയ്തിട്ടില്ല, പക്ഷേ ഞാൻ എല്ലാ പരിപാടിക്കും വിളിക്കുമ്പോഴും പുള്ളി വരും. കാരണം ഞാൻ ഇനി നമ്മൾ എപ്പോഴെങ്കിലും ഒരു പടം ചെയ്യുമല്ലോ. ഞാൻ എപ്പോഴും ഇങ്ങനെ ആശ കൊടുത്തോണ്ടിട്ടേ ഇരിക്കും അടുത്ത പടം കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ല, എനിക്കത് വളരെയധികം സന്തോഷം. അപ്പം ആ പൂർണ്ണ ഫ്രീഡം ഉള്ളതുകൊണ്ടിട്ടാണ് ഞാനിങ്ങനെ ഇപ്പം പറഞ്ഞത്. നമ്മുടെ സ്വന്തം വീട്ടിൽ ഒരു സംരംഭം തുടങ്ങുന്ന അതേ സന്തോഷത്തിലാണ് ഞാനുള്ളത്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഞാൻ കുട്ടിക്കാലം മുതലേ എനിക്ക് സുപരിചിതരായിട്ടുള്ള ആൾക്കാരാണ്. ഞാൻ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഷാഫിക്ക മുതൽ എല്ലാവരും നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. പോലീസ് സ്റ്റേഷന് പിന്നിലാണ് എൻ്റെ വീട് എന്നുള്ളത് കൊണ്ട് തന്നെ വലത് ഭാഗത്ത് ബാബു ടാക്കീസും ഇടത് ഭാഗത്ത് അലക്സ് തിയേറ്ററിന് നടുവിലാണ് ഞാൻ ജനിച്ച് വളർന്നത് എന്ന് തന്നെ പറയാം. ബാബു തിയേറ്ററിൽ അവിടെ തിയേറ്റർ വെക്കുമ്പോൾ അമ്പലത്തിൻ്റെ ശബ്ദവും തിയേറ്ററിൻ്റെ ശബ്ദവും കൂടി സമ്മിശ്രമായ ഒരു ശബ്ദമാണ് പട്ടാമ്പി വീട്ടിലേക്ക് കേട്ടിരുന്നത്.